ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്നാണ് എല്ലാവരും വിശേഷം? ഇന്ന് നമ്മൾ ഖത്തർ എയർവേസിലേക്ക് ഏറ്റവും പുതുതായി വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ഖത്തർ എയർവേസിൻ്റെ കീഴിലായിട്ട് വിവിധ കമ്പനികളിലേക്ക് 100-ലധികം ജോബ് വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഫ്രീ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. വന്നിരിക്കുന്ന ഒഴിവുകളിലേക്ക് എങ്ങനെയാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യാന്നുള്ളത് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും വരുന്നത്. ഖത്തർ എയർവേസിൻ്റെ കരിയർ പേജാണിത്. ഇവിടെ സെർച്ച് ഫോർ ജോബ് ടൈറ്റിൽ, എൻ്റർ ലൊക്കേഷൻ എന്നീ 2 ഓപ്ഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ജോബ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ സർവീസ്, എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ്, കൊമേഴ്ഷ്യൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. അതല്ല ലൊക്കേഷനാണ്, ഏതെങ്കിലും പർട്ടിക്കുലർ ലൊക്കേഷനാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അവിടെ സെർച്ച് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നിലവിൽ വന്നിട്ടുള്ള ആ ഒരു ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ 100ഓളം വാക്കൻസീസ് വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. കാർഗോ റിസർവേഷൻ ഏജൻറ്റ്, കോലാലംപൂരാണ് വന്നിട്ടുള്ളത്. സ്പാ തെറാപ്പിസ്റ്റ്, QAS ഓപ്പറേഷണൽ ട്രെയിനിങ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അക്കൗണ്ടൻറ്റ്, സെയിൽസ് മാനേജർ, റവന്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം അനലിസ്റ്റ്, റീജിയണൽ മാനേജർ കാർഗോ കംപ്ലൈൻറ്റ് സിംഗപ്പൂർ, മീഡിയ സ്പെഷ്യലിസ്റ്റ്, സീനിയർ കാർഗോ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ വേക്കൻസീസാണ് ഈ ഒരു ഫസ്റ്റ് പേജിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ തൊട്ടടുത്ത ഒരുപാട് പേജസ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലെല്ലാം തന്നെ ഒരുപാട് വാക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അതല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യവും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ മൾട്ടിമീഡിയ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ഇൻട്രസ്റ്റും അനുസരിച്ചിട്ടുള്ള ജോബ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. മൾട്ടിമീഡിയ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേക്കൻസിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഓപ്പണായിട്ട് വരുന്നതിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഓപ്പണായിട്ട് വരുന്നതിൽ ഇവിടെ 4 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പേഴ്സണൽ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, ജോബ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്, സബ്മിറ്റ്. ദെൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. അവരോട് ഒരു അഗ്രിമെൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആക്സെപ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളോട് CV അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ CV നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ ശ്രീയാണോ ശ്രീമതിയാണോ ആരാണോ നമ്മൾ സെലക്ട് ചെയ്യുക. നെയിം കൊടുക്കുക, മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. എക്സ്പാൻഷനോട് കൂടി തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രി, റെസിഡൻസ് കൺട്രി, അതുപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റ്, നമ്മുടെ പ്രസൻറ്റും എപ്പോഴും പറയാറുണ്ടല്ലോ പെർമനൻറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൺട്രി ഏതാണോ അത് കൊടുക്കുക. കൺട്രി കോഡ് ഇതെല്ലാം തന്നെ സെലക്ട് ചെയ്യാനാണ്. അവിടെ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്ത്യ അങ്ങനെ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അവർ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ മുന്നേ ഖത്തർ എയർവൈസിലോ മറ്റ് ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്നതുപോലെ ഇതിൻ്റെ മേലെ മെയിൽ ID കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അവിടെ നിങ്ങളുടെ മെയിൽ ID ആഡ് ചെയ്യാവുന്നതാണ്. സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് കൊടുക്കാം. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഇല്ലെങ്കിൽ എല്ലാം നോ എന്ന് തന്നെ കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ അവിടെ സോഴ്സ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അവിടെ പറയുന്നത് നിങ്ങൾക്ക് ഏത് സോഴ്സിലൂടെയാണ് ഈ ഒരു ഖത്തർ എയർവേസിൻ്റെ വേക്കൻസി ഇൻഫോർമേഷൻ ലഭിച്ചത് എന്നതാണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ഏതെങ്കിലും ഒന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നൊന്ന് റീചെക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നമ്മുടെ എക്സ്പീരിയൻസും എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവർ ചോദിക്കുന്നുണ്ട് എംപ്ലോയർ നെയിം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, അതല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഏതാണോ അതിൻ്റെ പേര് നമുക്ക് കൊടുക്കാവുന്നതാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ പോസ്റ്റ് എന്തായിരുന്നു, നമ്മുടെ പൊസിഷൻ എന്തായിരുന്നു അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പീരീഡ് നമുക്ക് തൊട്ട് താഴെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നിടത്ത് നമ്മുടെ റെസ്പോൺസ് നമ്മൾ എന്താണോ അവിടെ ചെയ്തിരുന്ന ഡ്യൂട്ടി, ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ടെലികോളറാണോ അത് വിത്ത് നമ്മുടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 year എക്സ്പീരിയൻസ് ആസ് എ റിസപ്ഷനിസ്റ്റ് ആൻഡ് ടെലികോളർ ഇൻ GTech കമ്പ്യൂട്ടർ സെൻറ്റർ. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് GTech കമ്പ്യൂട്ടർ സെൻറ്ററിലത്തെ ആ ഒരു ഇതാണ്
കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ലൊക്കേഷൻ, കൺട്രി, സ്റ്റേറ്റ് അല്ല കൺട്രി, ലൊക്കേഷൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ഡേറ്റ് അവിടെ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ എൻഡ് ഡേറ്റ്, അതായത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ വർക്ക് ചെയ്ത ആ ഒരു ഡേറ്റ്, സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും അവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടുള്ള കുറച്ച് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്യുക. എക്സ്പീരിയൻസ് വേണ്ട ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അവിടെ യെസ് ഓർ നോ എന്ന് പറഞ്ഞ് സെലക്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ജോബിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ദെൻ വാട്ട് ആർ യുവർ സാലറി എക്സ്പെക്റ്റേഷൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം സാലറി ആണോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നിലധികം കമ്പനികളിലോ അതല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആഡ് അനദർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഓപ്ഷൻ, ഒരു പ്ലസ് ഐക്കണോട് കൂടി കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് എഡ്യൂക്കേഷനാണ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ടൈപ്പ്, അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിലേതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് നോക്കി സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ടൈറ്റിൽ എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ അത് കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ ലൊക്കേഷൻ എവിടെയാണോ വരുന്നത് അതിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റാർട്ടിംഗ് ഡേറ്റും, അതായത് നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് പഠിച്ചിട്ടുള്ള ആ ഒരു കോഴ്സ് എന്താണോ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിൻ്റെ ആ ഒരു പീരീഡ് ഓഫ് ടൈമാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ തന്നെ എൻഡ് ഡേറ്റും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. തൊട്ട് താഴെയായിട്ട് പ്ലസ് ഐക്കനോട് കൂടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിലധികം ഗ്രാജുവേഷനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ദെൻ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ആ ഒരു 3rd സ്റ്റെപ്പിലേക്കാണ് എത്തുന്നത്, ജോബ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഏതാണ്, അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പ്രൊഡക്ഷൻ, ഷൂട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ അതെല്ലാം ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ നാഷണാലിറ്റി ഏതാണ്, അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ്, ഓഡിഷൻ അതിലെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടോ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വേക്കൻസിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഏകദേശം എത്ര മാസങ്ങളായി അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു മന്ത്ലി സാലറി എത്രയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് സെലക്ഷൻ അല്ല, നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 4th സ്റ്റെപ്പാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് തന്നെയാണ് സബ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. അവർ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ദെൻ നമ്മൾ നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. നമ്മളെല്ലാം വേണമെങ്കിൽ ബാക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഖത്തർ എയർവേസിന് കീഴിൽ വന്നിട്ടുള്ള 100-ലധികം വേക്കൻസീസൊക്കെ നിരവധി കമ്പനികളിലേക്കായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുൻപ് നമ്മൾ ദുബായ് ഡ്യൂട്ടി ഫ്രീയിലേക്ക് ഡിസംബർ 31 വരെ, അതായത് 2024 ഡിസംബർ 31 വരെ ലാസ്റ്റ് ഡേറ്റ് വരുന്ന ദുബായ് ഡ്യൂട്ടി ഫ്രീയിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രോസസ്സൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് തന്നെയാണ് ഖത്തർ എയർവേസിൻ്റെ ഈ ഒരു ന്യൂ ജോബ് നോട്ടിഫിക്കേഷന് ഓൺലൈൻ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറക്കേണ്ട, അപ്ലൈ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ മറക്കേണ്ട, ഇതുപോലെയുള്ള ഓൾ കേരള വേക്കൻസീസ്, ഗൾഫ് വേക്കൻസീസ്, ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ്, പാർട്ട് ടൈം, ഫുൾ ടൈം, വർക്ക് ഫ്രം ജോബ്സ് അറിയുന്നതിനായി ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്